Dear students, welcome to another video lecture on circuits and networks. I am Deepak Videv from Department of Electrical and Electronics Engineering with the Academy of Science and Technology. In today's video, I will be explaining some of the problems and methods to find some set parameters of a particular network. In the last video, we discussed this problem. A problem to find the set parameters of this type of network is known as T networks. T shape ആയതുകൊണ്ട് അതിനെ T network എന്ന് പറയാം. So we find the set parameters in a particular way. വേറൊരു മെത്തേഡും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. സെറ്റ് പാരാമീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, അത് നമ്മുടെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇത് വേറൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. അതേപോലെ V2 എന്ന് പറയുന്നത് എന്താണ്? Z21 I1 പ്ലസ് Z22 I2 എന്നുള്ളതാണ് നമ്മുടെ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ്. ഇനി വേറെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സർക്യൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കിർച്ചോഫ് കറണ്ട് ലോ ആൻഡ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെയുള്ള ഇക്വേഷൻസ്, അതായത് V1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2, ആ ഫോമിലുള്ള ഇക്വേഷൻസ്, അതേപോലെ V2 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 എന്ന ഫോമിലുള്ള ആ സ്ട്രക്ചറിലുള്ള ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് സെറ്റ് പാരാമീറ്ററിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ്. ഇതേ ഫോമിലുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ Z11ൻ്റെയും Z12ൻ്റെയും Z21ൻ്റെയും Z22ൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. അത് സിമ്പിൾ സർക്യൂട്ടുകളൊക്കെ ആണെച്ചാലും അതേപോലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സൊക്കെ വരുന്ന കേസുകളിലൊക്കെ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് കൂടി പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ KVLും KCLും ഒക്കെ എഴുതും, എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് V1 ഈസ് ഈക്വൽ ടു I1ൻ്റെ I2ൻ്റെയും ടേംസിൽ എഴുതുക, V2 ഈസ് ഈക്വൽ ടു I1ൻ്റെ I2ൻ്റെയും ടേംസിൽ എഴുതുക. എന്നിട്ട് ഈ ഇക്വേഷനുമായിട്ട്, ഈ രണ്ട് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Z11ഉം Z12ഉം Z21ഉം Z22ഉം കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടുന്ന് I1 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I2 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ I1ഉം I2 ഇവിടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന കറണ്ട് എന്തായിരിക്കും? I1 പ്ലസ് I2 ആയിരിക്കും. ഇത് കിർച്ചോഫ് കറണ്ട് ലോയാ. ഓക്കെ, സോ ഇതിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് എന്താണെന്ന് അറിയാം? I1 പ്ലസ് I2 ആണെന്നറിയാം. ഓക്കെ, I1 ഇങ്ങോട്ട് വരുന്നുണ്ട്, I2 ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അത് രണ്ടും ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് വരിക? നമ്മുടെ I1 പ്ലസ് I2 അറിയാം. സോ ഇങ്ങോട്ട് വരുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? I1 പ്ലസ് I2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സെറ്റ് ബിയിൽ അക്രോസുള്ള പൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യാം? പ്ലസും മൈനസും മാർക്ക് ചെയ്യാം. ഇനി നോക്കുക, നമുക്കിവിടെ ഈ സൈഡിൽ ഇത്രയും ഭാഗത്ത് KVL അപ്ലൈ ചെയ്യാം. അതേപോലെ ഇപ്പുറത്തും എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ V1 ഈസ് ഈക്വൽ ടു സംതിങ്, അതേപോലെ V2 ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് എഴുതി കഴിഞ്ഞ് വരുന്ന ഇക്വേഷൻ ഒന്ന് നോക്കുക. ആ ഇക്വേഷനും സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ Z11ൻ്റെയും Z12ൻ്റെയും Z21ൻ്റെയും Z22ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ KVL എങ്ങനെ എഴുതുക? നമ്മളിപ്പോൾ V1ൻ്റെ പൊളാരിറ്റി ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. അപ്പോൾ ഞാൻ എവിടെ നിന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ I1 സെഡ് കൂടെയുള്ള കറണ്ട് I1 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. ദെൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് എന്താണ്? പ്ലസ് ആണ്. പ്ലസ് I1 ഇൻറ്റു എന്ത് വരും? അവിടുത്തെ ഇമ്പിഡൻസ് Z. ഓക്കെ, ഇവിടുത്തെ ഇമ്പിഡൻസ് Z ആണ്. ദെൻ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും കാണുന്നത് പ്ലസ് തന്നെയാണ്. പ്ലസ് ഈ ZB കൂടെയുള്ള കറണ്ട് എന്താണ്? I1 പ്ലസ് I2 എന്നാണ്. ഓക്കെ, ഇൻറ്റു ZB എന്ന് വരും. ഓക്കെ, ദെൻ വീണ്ടും വന്ന് ഇവിടെ കാണുന്നത് ആദ്യം മൈനസ് ആണ്. മൈനസ് V1 ഈക്വൽ ടു 0. അപ്പോൾ ഒരു KVL ഇക്വേഷൻ കിട്ടി അല്ലേ? ഈ KVL ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ പോലെ ആക്കുക. ഫസ്റ്റത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആണ്. ആ ഫോമിലേക്ക് ആക്കുക. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യണം അല്ലേ? സോ ഞാനൊന്നും കൂടി പറയാം, ഞാൻ ആ ഇക്വേഷൻ എഴുതുകയാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പ്ലസ് I1 ഇൻറ്റു Z പ്ലസ് I1 പ്ലസ് I2 ഇൻറ്റു ZB മൈനസ് V1 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമ്മൾ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ പോലെ ആക്കണം. അതായത് V1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതണം?
V1 ഈസ് ഈക്വൽ ടു ആദ്യം I1ൻ്റെ ടേംസിൽ. അപ്പോൾ I1ൻ്റെ ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ I1 ഇൻറ്റു ZA ഉണ്ട്, ഇതും ചേർത്ത് കഴിഞ്ഞാൽ I1 ഇൻറ്റു ZB ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് I1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? I1 ഇൻറ്റു ZA പ്ലസ് ZB എന്ന് എഴുതാം, പ്ലസ് I2 ഇൻറ്റു ZB എന്ന് എഴുതാം. ഓക്കെ, സോ V1ൻ്റെ ഇക്വേഷൻ കിട്ടി. ഇത് നമ്മുടെ സെഡ് പാരാമീറ്ററിൻ്റെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, I1ൻ്റെ കോഎഫിഷ്യൻ്റാണ് എന്ത്? Z11 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ നിന്ന് എഴുതിയിട്ടുള്ള KVL നിന്ന് നമുക്കറിയാം Z11 I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് ഇവിടെ? ZA പ്ലസ് ZB. ദാറ്റ് മീൻസ് Z11 ഈസ് ഈക്വൽ ടു എന്താണ്? ZA പ്ലസ് ZB. ദെൻ ഇവിടെ I2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? Z12 ആണ്. സോ നമ്മുടെ നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് കിട്ടിയ ഇക്വേഷനിൽ I2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ZB ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? Z12 ഈസ് ഈക്വൽ ടു ZB ആണ്. Z11 എന്ന് പറയുന്നത് എന്താണ്? ZA പ്ലസ് ZB ആണ്. സോ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ സർക്യൂട്ടുകളൊക്കെയാണ് ഇതേപോലെ KVL ഒക്കെ എഴുതി റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴും നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിൽ ഒരു ലൂപ്പ് ഉണ്ട്, ഇവിടെയും KVL അപ്ലൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയും വേണമെങ്കിൽ KVL അപ്ലൈ ചെയ്യാം. സപ്പോസ് V1ഉം V2 തമ്മിലുള്ള റിലേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം എന്താണ്? V2 ഈക്വൽ ടു I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ടേമുകൾ ഉണ്ടാവും? ഇവിടെ വോൾട്ടേജ് V2 ഉണ്ട്, ദെൻ ഇവിടുത്തെ കറണ്ട് എന്താണ്? I1 പ്ലസ് I2 ഇൻറ്റു ZB ആണ്. അപ്പോൾ I1ൻ്റെ I2ൻ്റെ ടേം അവിടെ വരും. ദെൻ ഇവിടെ എന്താണ്? I2ൻ്റെ ടേം വരും. ഓക്കെ, സോ V1 ഉണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്. ഈ 3 ടേമുകളാണ് നമ്മുടെ ഇക്വേഷനിൽ വരിക എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ KVL അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പൊളാരിറ്റി മാർക്ക് ചെയ്യുക. I2 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്, അപ്പോൾ അവിടെ പ്ലസ് മൈനസ്. ഇവിടെ നമ്മുടെ കറണ്ട് എന്ത് തന്നെയാണ്? IA പ്ലസ് IB തന്നെയാണ്. അതിൻ്റെ പൊളാരിറ്റി എന്താണ്? പ്ലസ് മൈനസ്. നമ്മളിവിടെ മെഷ് അനാലിസിസ് അല്ല ചെയ്യുന്നത്. ഓക്കെ, സോ കറണ്ടുകളെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു, ആ കറണ്ടിനനുസരിച്ച് പൊളാരിറ്റി മാർക്ക് ചെയ്തു. ദെൻ V2ൻ്റെ പൊളാരിറ്റി ഇവിടെ പ്ലസും മൈനസും ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ മൈനസ് ZB ഇൻറ്റു അവിടുത്തെ കറണ്ട് എന്താണ്? I1 പ്ലസ് I2 അല്ലേ? ദെൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ആദ്യം കാണുന്നത് വീണ്ടും മൈനസ് ആണ്. മൈനസ് I2 ഇൻറ്റു ZC. ദെൻ വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പ്ലസ് വരും, പ്ലസ് V2 ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ ഇക്വേഷന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എന്താക്കണം? V2 ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 വരുന്ന രീതിയിലാക്കണം. എന്നിട്ട് സെഡ് പാരാമീറ്ററിൻ്റെ V2 വരുന്ന ഇക്വേഷൻ V2 ഈക്വൽ ടു എന്താണ്? Z21 ഇൻറ്റു I1 പ്ലസ് Z22 ഇൻറ്റു I2 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് അനദർ മെത്തേഡ്. ഓക്കെ, ഇതും കൂടി നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് അനദർ മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ ചില സിമ്പിൾ സർക്യൂട്ടുകളൊക്കെ ആണെന്ന് നമുക്കിങ്ങനെ ചെയ്യാം. അതേപോലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴും നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെഡ് പാരാമീറ്റേഴ്സ് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നും ഇല്ലാത്തൊരു സർക്യൂട്ട് ഉണ്ട്. അതൊരു വലിയ കുറേ റെസിസ്റ്ററും ഇൻഡക്ടറൊക്കെ ഉള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കുക? T ഫോമിലാക്കി കഴിഞ്ഞാൽ സെഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സെഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫൈൻഡ് ദ സെഡ് പാരാമീറ്റർ ഫോർ ദ നെറ്റ്വർക്ക്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കപ്പാസിറ്ററും ഇൻഡക്ടറൊക്കെ ഉണ്ട്. ഈ കപ്പാസിറ്ററും ഇൻഡക്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെഡ് പാരാമീറ്റർ കാണാൻ പറ്റില്ല. ശരിക്ക് നമ്മൾ സെഡ് പാരാമീറ്റർ ഇൻ S ഡൊമൈനിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻഡക്ടറും കപ്പാസിറ്ററും വരുന്ന സർക്യൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെന്ത് ചെയ്യണം? S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രാൻഷ്യൻസിൽ പഠിച്ചു S ഡൊമൈനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. സോ ഇങ്ങനെയുള്ള സർക്യൂട്ടിന് എന്ത് ചെയ്യുക? S ഡൊമൈനിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക. S ഡൊമൈനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? റെസിസ്റ്റൻസ് എപ്പോഴും ലാപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എപ്പോഴും റെസിസ്റ്റർ തന്നെയാണ്. കപ്പാസിറ്റർ എന്താവും? 1/CS ആവും. അപ്പോൾ സിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 1/2S. ഓക്കെ, 1/CS എന്നാണ് കപ്പാസിറ്ററിൻ്റെ ഈക്വലൻ്റ് വാല്യൂ വരിക. റെസിസ്റ്റർ എപ്പോഴും അത് തന്നെ 1 ഓം തന്നെ, ഇത് 2 ഓം തന്നെ. ഇൻഡക്ടർ എന്താവും? S/L. ശരിക്കും ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മളിൽ ലാപ്ലേസിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്തിട്ടാണ് എഴുതാറ്. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നും വേണ്ട.
കപ്പാസിറ്ററിന് എന്താക്കുക 1/CS ആക്കുക, ഇൻഡക്ടറിനെ S/L ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ലാപ്ലേസ് ആക്കി മാറ്റാം. ഇവിടെ ഹിയർ ദർ ആർ കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്, സോ ഡ്രോ ദ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്. ആ ട്രാൻസ്ഫോംഡ് സർക്യൂട്ടാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിനെ 1 ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തു. 1 ohm ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, 1. കപ്പാസിറ്റർ എന്താക്കി 1/CS ആക്കി, അപ്പോൾ 1/2 × S. ദെൻ അടുത്ത ഇമ്പീഡൻസ് 1, അടുത്ത ഇമ്പീഡൻസ് 2, ഇൻഡക്ടറിന് S/L. എല്ലിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് അത് S ആയത്. ഇങ്ങനെയാക്കി. ഇനി ഇതിൻ്റെയാണ് സെറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സെറ്റ് പാരാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു T നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് അതിനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനെ T നെറ്റ്വർക്ക് ആണോ നോക്കുക. ഇത് ഏകദേശം എന്താണ്, T നെറ്റ്വർക്ക് ആണ്. എങ്ങനെയാണ്, അപ്പോൾ ഇതിനൊരു ഇമ്പിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും പാരലൽ, അതിനെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമ്പിഡൻസ് ആക്കാം. ഇത് വേറൊരു ഇമ്പിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ Z1, Z2, Z3 എന്ന് എഴുതിയിട്ടുള്ളത്. അങ്ങനെ 3 ഇമ്പിഡൻസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ Z1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. Z2 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇഫക്റ്റീവ് വാല്യൂ. ഇഫക്റ്റീവ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം, പാരലൽ ആണെങ്കിൽ, റെസിസ്റ്റൻസ് രണ്ടും പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യും, R1 × R2 / R1 + R2 ചെയ്യും. അതേപോലെ ഇവിടെ 1 പാരലൽ 1/2S ആണ്. അപ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, 1 × 1/2S / 1 + 1/2S ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ കിട്ടും. ദെൻ ഇവിടുത്തെ അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ എന്താണ്, സീരീസ് ആണ്. അപ്പോൾ 2 + S ആയിരിക്കും അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ വരിക. ഓക്കെ, സോ ഈ 3 ഇമ്പീഡൻസുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് എന്തായി, ഇവിടെ Z1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പീഡൻസ് വരും, ഇവിടെ ഒരു ഇമ്പീഡൻസ് വരും. ഇമ്പീഡൻസ് നമ്മൾ റെസിസ്റ്റർ പോലെയല്ല കാണിക്കുക, ഒരു ബ്ലോക്കായിട്ട് കാണിച്ചാൽ മതി. കാരണം അവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ഇമ്പീഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഇമ്പീഡൻസ് വരും. ഈ ഇമ്പീഡൻസിൻ്റെ വാല്യൂ 1 ആണ്. ഈ ഇമ്പീഡൻസിൻ്റെ വാല്യൂ എന്താണ്, 2 + S ആണ്. ദെൻ ഇവിടെ വരുന്ന ഇമ്പീഡൻസ് എന്താണ്, 1 പാരലൽ 1/2S ആണ്. അത് ചെയ്യണം, 1 × 1/2S / 1 + 1/2S ചെയ്യുക. അപ്പോൾ ഒരു ഇമ്പീഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായി, T നെറ്റ്വർക്ക് കിട്ടി. T നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, Z11 ഈ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. Z11 എന്ന് പറയുന്നത് എന്തായിരിക്കും, ശരിക്കും Z11 ഓഫ് S ആണ്, S ഡൊമൈനിലാണ് കിട്ടുക. എന്താണ്, ഇത് പ്ലസ് ഇവിടുത്തെ ഇമ്പിഡൻസ് പ്ലസ് ഈ കോമൺ ആയിട്ട് വരുന്നത്, അതായത് 1 പ്ലസ് ശരിക്കും പറഞ്ഞാൽ 1 പാരലൽ 1/2S. ഇത് നിങ്ങൾ ചെയ്യണം, ഞാൻ ജസ്റ്റ് എഴുതുന്നതാണ്. 1 പാരലൽ 1/2S ജസ്റ്റ് എഴുതുന്നത്. അത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1/2S / 1 + 1/2S ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് വൃത്തിയിലാക്കി എഴുതുക. അപ്പോൾ Z11 ഓഫ് S കിട്ടും. ഇനി അതേപോലെ Z11 ഓഫ് S കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സപ്പോസ് Z12 ഓഫ് S എന്ന് പറയുന്നതും Z21 ഓഫ് S എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. നമ്മുടെ T നെറ്റ്വർക്കിൽ നമ്മൾ പറഞ്ഞു സെയിം ആയിരിക്കും. അതെന്താണ്, കോമൺ ബ്രാഞ്ച് എന്താ, 1 പാരലൽ 1/2S ആണ്. ആ വാല്യൂ എത്രയാണ്, 1 × 1/2S / 1 + 1/2S ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നമ്മുടെ Z22 എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഇമ്പിഡൻസ് Z2 + Z3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, Z2 എന്ന് പറയുന്നത് എന്താണ്, ആ 1 പാരലൽ 1/2S കോമ്പിനേഷനാണ്. Z3 എന്ന് പറയുന്നത് എന്താണ്, 2 + S ആണ്. ഇപ്പോൾ ഒരു പോളിനോമിയൽ, എസ്സിലുള്ള ഒരു പോളിനോമിയൽ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല ഇതിൻ്റെയൊക്കെ ആൻസറുകൾ കിട്ടുക. S ഇപ്പോൾ Z11 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു 2/S + 2 അങ്ങനത്തെ ഫോമിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള സർക്യൂട്ടുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ള പ്രോബ്ലം ആണെങ്കിൽ എന്തായാലും നമുക്ക് ഒന്നെങ്കിൽ കമ്പയർ ചെയ്യേണ്ടി വരും. കമ്പയർ ചെയ്യുന്ന മെത്തേഡായിരിക്കും എപ്പോഴും നല്ലത്. അതായത് സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എഴുതുക. ആ ഇക്വേഷൻ വരുന്ന പോലെ ഇവിടെ KVLും KCLും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് പാരാമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ നോക്കുക, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ 2 ഓമിലത്തെ കറണ്ട് എന്താണ്, I1 ആണ്. ഇവിടെ I2 ആണ് 2 ഓമിലത്തെ. സോ ഇതേ കൂടെ കോമൺ ആയിട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, I1 + I2 ആയിരിക്കും അല്ലേ. I1 + I2 ആയിരിക്കും ഈ 1 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതൊന്നും നമുക്കറിയാം. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം എന്ത് വേണം, V1 = I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ വേണം. അതേപോലെ V2 എന്തിൻ്റെ വേണം, I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ വേണം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം, നമുക്ക് ഇവിടെ KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം കറണ്ട് സോഴ്സ് ഉണ്ട്. ഇവിടെയും KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കറണ്ട് സോഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ പ്രോബ്ലം പോലെ KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് V1 ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ പാടാണ്.
അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വേറൊരു മാർഗം KVL അല്ലെങ്കിൽ പിന്നെ KCL എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്കുള്ളത്. സോ ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന പ്രോബ്ലത്തിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. യൂസ് KVL ആൻഡ് KCL ഇക്വേഷൻ ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് സിമിലർ ടു ഇക്വേഷൻ. സോ ഇതാണ് നമ്മുടെ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ. V1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 വരുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ V2 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2. ആ സംതിങ് എന്ന് പറയുന്ന സാധനമാണ് എന്ത്, നമ്മുടെ ഈ സെറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ സെറ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എഴുതി ഇനി ഇതിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾക്ക് എന്താണ് KVL നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, KCL നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഈ നോഡിലത്തെ വോൾട്ടേജ് എന്ത് ചെയ്തു, V3 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ ആ നോഡിൽ നമ്മൾ എന്ത് ചെയ്തു, KCL അപ്ലൈ ചെയ്തു. I1 ഇൻകമിംഗ് ആണ്, I2 ഇൻകമിംഗ് ആണ്. ദെൻ ഇവിടെ നിന്ന് ഒരു കറണ്ടും കൂടി വരുന്നത് എന്താണ്, 3I2 ആണ്. സോ നമ്മൾ എന്ത് എഴുതി, I1 പ്ലസ് I2 പ്ലസ് 3I1. ദീസ് 3 ആർ ഇൻകമിംഗ് കറൻസ്. സോ I1 പ്ലസ് I2 പ്ലസ് 3V2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. KCL എഴുതി. ഇനി ഈ ഇക്വേഷൻ നോക്കുക. ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഇതേപോലെയുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കണം. ഓക്കെ, ഇതേപോലെയുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഇക്വേഷൻ എന്താണ്, V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2, അതേപോലെ V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. ഇനി നമ്മുടെ ഇപ്പോൾ കിട്ടിയ ഒരു ഇക്വേഷനിലേക്ക് വരും. ഈ ഇക്വേഷനിൽ എന്തൊക്കെ ഉണ്ട് നമുക്കറിയാം. V2 ഉണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ V2 ഇസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 ഈ ഫോമിലേക്ക് ആക്കിക്കൂടെ. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള 2 ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി V1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 ആ ഇക്വേഷൻ കൂടിയും കിട്ടണം. അപ്പം അതിന് നമുക്ക് നോക്കുക. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ I1നെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം നോക്കുക. I1 എന്ന് പറയുന്നത് 2 ഓമിൽ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ I1ന് നമുക്ക് എന്ത് ചെയ്യാം, V1 മൈനസ് V1. I1 എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഫിഗർ നോക്കുക, ഇവിടെയൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണും. അതുകൊണ്ടാണ് ഈ I1 എന്ന് പറയുന്നത് എന്താണ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്തായിട്ട് എടുത്തു, V3 ആയിട്ട് വിചാരിച്ചു. ഈ പോയിന്റിലത്തെ വോൾട്ടേജ് എന്താണ്, V1 ആണ്. ഈ പോയിന്റിലത്തെ വോൾട്ടേജ് എന്താണ്, V2 ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്. നമ്മൾ സാധാരണ ഇത് എന്താണ്, ഗ്രൗണ്ടായിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, V1 ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് V2 ആയിരിക്കും. സോ I1 എന്ന് പറയുന്നത് V1ൽ നിന്ന് V3യിലേക്ക് പോകുന്ന കറണ്ടാണ്. സോ I1നെ നമുക്ക് എന്ത് എഴുതാം, V1 മൈനസ് V3/2 എന്ന് എഴുതാം. അത് അനദർ ഇക്വേഷനാണ്. അതേപോലെ I2 എന്ന് പറയുന്നത് എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്. സോ V2 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, V3 ആണ്. V3/2 എന്ന് എഴുതാം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ KVL അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെയും ഇക്വേഷൻസായി. ഓക്കെ, നമ്മുടെ ഒരു ഇക്വേഷൻ, നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, V2 ഇസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 എന്ന് പറയുന്ന ഫോർമുല. അതെങ്ങനെയാണ്, സിമ്പിളല്ലേ ഇവിടെ നിന്നാക്കാൻ. എങ്ങനെ V2 ഇസ് ഈക്വൽ ടു എന്ത് വരും, V2 നമ്മളിവിടെ ഈ 3V2 ഇവിടെ നിർത്തുക. അപ്പോൾ ബാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, മൈനസ് I1 മൈനസ് I2 വരും. അപ്പോൾ 3 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് 1/3 I1 മൈനസ് 1/3 I2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സെക്കൻഡ് ഇക്വേഷൻ, അതായത് സെറ്റ് പാരാമീറ്ററിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, V2 ഇസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടും, ഈ ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Z21 Z22 കിട്ടും. Z21 ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് 1/3. Z22 എന്താണ്, Z21 എന്ന് പറയുന്നത് മൈനസ് 1/3 ആൻഡ് Z22 ഈസ് ഓൾസോ മൈനസ് 1/3. ഇനി അപ്പോൾ V2ൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി V1ൻ്റെ ഇക്വേഷനും കിട്ടണം. V1 വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ V1 ഈസ് ഈക്വൽ ടു, ശരിക്കും നമുക്ക് കിട്ടുക എന്തിൻ്റെ ടേംസിൽ, I1ൻ്റെയും V3യുടെയും ടേംസിലായിരിക്കും. ഇത് റീഅറേഞ്ച് ചെയ്യുക. V1 മാത്രം ഒരു സൈഡിൽ നിർത്തുക. അപ്പോൾ ബാക്കിയുള്ള 2 I1 നമ്മൾ അപ്പുറത്തേക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, V1 ഞാനൊരു സൈഡിൽ നിർത്തി. ഓക്കെ, അപ്പോൾ 2 I1 അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 2 I1. അപ്പോൾ 2 I1 ഈസ് ഈക്വൽ ടു V1 മൈനസ് V3 എന്ന് വരും. സോ മൈനസ് V3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് V3 വരും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്, V1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു
I2 ഫോമിലേക്ക് ആക്കണം. പക്ഷേ ആ I2ൻ്റെ ഭാഗത്ത് എന്താണ് V3 എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ഈ V3നെ നമുക്ക് I2ൻ്റെ ടേംസിലേക്ക് ആക്കണം. ഓക്കെ, അതിന് അടുത്ത ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V3 എഴുതാൻ പറ്റും. V3 = എന്ത് വരും? 2I2. അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ, അടുത്തൊരു ഇക്വേഷനിൽ നിന്ന് V3 എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ V3 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1നെ I1ൻ്റെയും I2ൻ്റെയും ടേംസിലാക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? V1 ക്യാൻ ബി റിട്ടൺ ആസ് എ ഫങ്ഷൻ ഓഫ് I1 ആൻഡ് V3. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അത് ആദ്യം എഴുതണ്ട, മനസ്സിൽ ആലോചിക്കുമ്പോൾ എന്തിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരിക നോക്കണം. ഇപ്പോൾ V3 ഇവിടെ V1 നമ്മൾ ഒരു സൈഡിൽ നിർത്തുന്നു. അപ്പോൾ അപ്പുറത്ത് ഓൾറെഡി I1 ഉണ്ട്. ഈ V3 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ I1ൻ്റെയും V3ൻ്റെയും ടേംസിലായിരിക്കും എഴുതുക. നമുക്ക് വേണ്ടത് എന്താണ്? V1 I1ൻ്റെയും V2ൻ്റെയും ഫംഗ്ഷനായിട്ടാണ് I2ൻ്റെയും ഫംഗ്ഷനായിട്ടാണ് എഴുതേണ്ടത്. അതിന് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? V3 വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് V3 എന്ന് പറയുന്നത്. ഇവിടെ I2 ഓൾറെഡി ഉണ്ട്. ഈ V2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ I2ൻ്റെയും V2ൻ്റെയും ടേംസിൽ കിട്ടും. ഓക്കെ, സോ V3 നമുക്ക് ഇതിൽ നിന്ന് V3 നമുക്ക് എന്ത് കിട്ടും? ഫംഗ്ഷൻ ഓഫ് I2 ആയിട്ടും അതേപോലെ V2 ആയിട്ടും കിട്ടും. ആ കിട്ടുന്ന ആൻസർ V3യുടെ എന്തായിട്ടാണ് കിട്ടുന്നത് അത് നമ്മുടെ ഇതിൽ നിന്ന് എഴുതിയ V1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഫോമിൽ V1 = സംതിങ് ഇൻറ്റു I1 പ്ലസ് സംതിങ് ഇൻറ്റു I2 ഫോമിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് എന്താണ്? V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഉള്ളത് എന്താണ്? V3 ആണ്. ആ V3നെ കളയാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? V3 ഇൻ ടേംസ് ഓഫ് I2 ആൻഡ് V2 കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എന്തൊക്കെ ഉണ്ടാവുള്ളൂ? I1 ഉണ്ടാവും, V1 ഉണ്ടാവും, V2 ഉണ്ടാവും. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1 = I1ൻ്റെയും I2ൻ്റെയും ടേംസിൽ കിട്ടും. ഓക്കെ, അങ്ങനെ മനസ്സിലാദ്യം ആലോചിച്ചിട്ട് വേണം ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താൻ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റത്തെ ആ ഇക്വേഷൻ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ I1ൻ്റെ ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V3 കിട്ടി. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? I1ൻ്റെയും I2ൻ്റെയും ടേംസിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് V3 കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ V3 ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, ദിസ് വൺ. ഓക്കെ, V3 = V2 - 2I2 എന്ന് കിട്ടും. ഈ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, therefore കണ്ടോ V1ന് പകരം എന്ത് ചെയ്തു? V3ക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടും. ഓക്കെ, കണ്ടോ? ഇവിടെ V3ക്ക് പകരം V2 - 2I2 എന്ന് ആക്കി. ദെൻ V2ന് പകരം V2 വീണ്ടും കളയണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഇപ്പോൾ എന്താണ്? I1 വന്നു, I2 വന്നു, V2 വന്നു. അപ്പോൾ V2നെയും കൂടി കളയണം. V2നെ കളയാൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? V2ൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ അതിൽ I1 I2 ഉള്ളൂ. ആ I1 I2 എടുത്തിട്ട് എന്ത് ചെയ്തു? ആ V2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ I1ൻ്റെ ടേംസ്, ഇതിൽ നിന്ന് I1ൻ്റെ ടേംസ് ഒരുമിച്ചാക്കി, I2ൻ്റെ ടേംസ് ഒരുമിച്ചാക്കി. ഓക്കെ, സോ V1ൻ്റെ ഇക്വേഷൻ കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഇക്വേഷൻസ്. V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 ആൻഡ് V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. ഇത് സെറ്റ് പാരാമീറ്ററിൻ്റെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മിനിറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഇത് Z11 ആണ്, ഇത് Z12 ആണ്, ഇത് Z21 ആണ്, ഇത് Z22 ആണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ എഴുതുന്നത് സെറ്റ് പാരാമീറ്ററിൻ്റെ വാല്യൂസ്. ഓക്കെ.